നമസ്കാരം. മലയാളം SART ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഉണ്ണിയുടെ വിമാനയാത്ര എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. താജ്മഹൽ കാണാൻ ആഗ്രഹിച്ച് ഇടുക്കിയുടെ താജ്മഹൽ കണ്ട കുട്ടികളുടെ അനുഭവവും കൊടൈക്കനാലിലേക്കുള്ള തൻ്റെ യാത്രാനുഭവം മകനെ അറിയിക്കുന്ന പിതാവിനെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ആദ്യ വിമാനയാത്രയെക്കുറിച്ച് ഉണ്ണി പറയുന്നത് എന്തെല്ലാമെന്നറിയാം. ആദ്യമായി വിമാനത്തിൽ കയറിയപ്പോൾ ഉണ്ണിക്കുണ്ടായ അത്ഭുതവും ആകാംക്ഷയും വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ചകളും അവൻ്റെ ഭാവനകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണിത്. ഉണ്ണിയുടെ വിമാനയാത്ര. വാരൊളിയാളുമീ പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ, കൂറ്റൻ മരങ്ങൾക്കു മീതെ ഇതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ. പിന്നെയും വീട്ടിലേക്കെത്തും വരേക്കമ്മ എന്നെ മടിയിലിരുത്തു. ഉണ്ണി എന്തൊക്കെയാ പറയുന്നത്? വിമാനത്തിനുള്ളിൽ കയറിയപ്പോൾ ഏതിൻ്റെ ഉള്ളിൽ കയറിയെന്നാണ് അവന് തോന്നിയത്? പാവപ്പരുന്തിൻ്റെ ഉള്ളിൽ അല്ലേ? വാരൊളിയാളുമീ പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ. വിമാനത്തിനുള്ളിൽ കയറിയപ്പോൾ അവന് തോന്നിയത് മനോഹരമായ മനോഹരമായ ഭംഗിയുള്ള ഒരു പാവപ്പരുന്തിൻ്റെ കളിപ്പാട്ടമായി പല രൂപങ്ങളും നമ്മൾ ഉണ്ടാക്കാറില്ലേ? പലതരം വാഹനങ്ങൾ, കാറ്, സ്കൂട്ടർ, സൈക്കിൾ, ബസ്, JCB, വിമാനങ്ങൾ, റിമോട്ടൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയൊക്കെ, അങ്ങനെ പലതരം പാവകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു പരുന്തുപാവ, വലിയൊരു പാവപ്പരുന്തിൻ്റെ ഉള്ളിൽ കയറിയതുപോലെ ആണ് വിമാനത്തിനുള്ളിൽ കയറിയപ്പോൾ ഉണ്ണിക്ക് തോന്നിയത്. വിമാനം ആകാശത്തുകൂടി പറക്കുന്ന വാഹനമല്ലേ? പരുന്തും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. അതുകൊണ്ടായിരിക്കാം വിമാനത്തിൽ കയറിയപ്പോൾ പരുന്തിൻ്റെ വായിൽ കയറിയതുപോലെ ഉണ്ണിക്ക് തോന്നിയത്. ഉയരത്തിൽ പറക്കുന്ന പരുന്തിനെ കാണുമ്പോൾ വിമാനം പോലെ തോന്നാറുണ്ടല്ലേ? താഴെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നാറില്ലേ? അതുകൊണ്ടായിരിക്കാം വിമാനത്തിൽ കയറിയപ്പോൾ പരുന്തിൻ്റെ ഉള്ളിൽ കയറിയതുപോലെ എന്ന് തന്നെ ഉണ്ണിക്ക് തോന്നിയത്. വാരൊളിയാളുമീ പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ, കൂറ്റൻ മരങ്ങൾക്കു മീതെ ഇതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ. അപ്പോൾ ഈ ഉയർന്നു പൊങ്ങിയ വിമാനം വലിയ മരങ്ങൾക്ക് മുകളിലൂടെ ശക്തിയേറിയ കാറ്റിലിങ്ങനെ പറക്കുകയാണ്. അത് കണ്ടപ്പോൾ ഉണ്ണിക്ക് തോന്നിയത് എന്താണ്? പൈലറ്റ് ഡ്രൈവ് ചെയ്യുന്നതല്ല, മറിച്ച് ആ പാവ വിമാനം കാറ്റിൻ്റെ ശക്തിയിൽ പറക്കുകയാണ് എന്നാണ് കുട്ടിക്ക് തോന്നിയത്. ഉയർന്നു പൊങ്ങിയ വിമാനം മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ കാറ്റത്ത് പറക്കുകയാണ് എന്നാണ് കുട്ടിക്ക് തോന്നിയത്. കൂറ്റൻ മരങ്ങൾക്കു മീതെ ഇതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ. കൂറ്റൻ മരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങൾ തന്നെ. അടുത്ത വരി നോക്കാം. പിന്നെയും വീട്ടിലേക്കെത്തും വരേക്കമ്മ എന്നെ മടിയിലിരുത്തു. അപ്പോൾ ഉയരത്തിലിങ്ങനെ പറക്കുമ്പോൾ അവന് അല്പം ഭയം തോന്നിയിരിക്കാം. അതുകൊണ്ട് അവൻ പറയുകയാണ്, അമ്മേ, വീട്ടിലെത്തും വരെ അമ്മയുടെ മടിയിൽ എന്നെ ഇരുത്തണേ എന്ന്. കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായി തോന്നുന്ന ഇടമാണ് അമ്മയുടെ മടിത്തട്ട് അല്ലേ?
അമ്മയുടെ മടിയിലിരുന്നാൽ അവരുടെ എല്ലാ പേടിയും ഇല്ലാതാകും. അതുകൊണ്ടായിരിക്കാം ഉണ്ണി പറയുന്നത്, അമ്മയെ വീട്ടിലെത്തുന്നത് വരെ എന്നെ മടിയിലിരുത്തൂ എന്ന്. ഇത്തിരി മുമ്പു നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ. ഇനി എന്താ പറയുന്നത്? അങ്ങനെ വിമാനത്തിൽ അമ്മയുടെ മടിയിലിരുന്ന് ഉണ്ണി പുറത്തെ കാഴ്ചകൾ കാണുകയാണ്. അല്പം മുമ്പ് വരെ, അതായത് വിമാനത്തിൽ കയറുന്നത് വരെ തങ്ങൾ നിന്ന റോഡ് ഇപ്പോൾ മങ്ങിയ ഒരു ചിത്രം പോലെ തോന്നുകയാണ്. വിമാനത്തിലിരുന്ന് താഴോട്ട് നോക്കിയപ്പോൾ അവൻ അല്പം മുമ്പ് നിന്ന സ്ഥലം ഒരു ചിത്രം എഴുതിയതുപോലെ, ഒരു ചിത്രം വരച്ചതുപോലെ കാണുകയാണ്. ഉയരത്തിൽ നിന്ന് നോക്കുന്നതല്ലേ, അതുകൊണ്ട് വ്യക്തതയില്ല. മങ്ങിയ ചിത്രമായാണ് കാണുന്നത്. അവ്യക്തമായ ഒരു ചിത്രം പോലെയാണ് ആ റോഡ്, റൺവേ അവന് തോന്നിയത്. ഇത്തിരി മുമ്പ് നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ. നിശബ്ദമായങ്ങു പായുന്നു കാറുകൾ, നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ. പിന്നെയോ നിശബ്ദമായങ്ങ് പായുന്നു കാറുകൾ, ആളുകളോ മിണ്ടാതെ അങ്ങ് നടക്കുന്നു. കാറുകളും അങ്ങനെ വാഹനങ്ങളും, കാറുകളുടെയും വാഹനങ്ങളുടെയും അതുപോലെ ആളുകളുടെയും ശബ്ദമൊന്നും മുകളിലേക്ക് എത്തില്ലല്ലോ. അവ നിശബ്ദമായി ഓടുകയാണ്, നിശബ്ദമായി സഞ്ചരിക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത്. നിശബ്ദമായങ്ങു പായുന്നു കാറുകൾ, നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ. ഇനി അടുത്തത് നോക്കൂ. മന്നിടം നീളെ കളിക്കോപ്പു ചിന്നിയ തിണ്ണയായി മാറുകയല്ലോ. പിന്നെന്താ പറയുന്നത്? മന്നിടം നീളെ, ഭൂമി മുഴുവൻ, മഞ്ഞെന്ന് പറഞ്ഞാൽ ഭൂമിയാണല്ലേ, ഭൂമി മുഴുവൻ കുട്ടികൾ കളിക്കാനായി വാരി വലിച്ചിട്ട കളിക്കോപ്പുകൾ നിറഞ്ഞ തിണ്ണയാണ് എന്ന് തോന്നുന്നു. തിണ്ണ എന്ന് പറഞ്ഞാൽ വരാന്ത അല്ലേ, വീടിൻ്റെ വരാന്തയാണ് തിണ്ണ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ വീടുകളും മറ്റു കെട്ടിടങ്ങളുമെല്ലാം പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള കളിപ്പാട്ടങ്ങൾ പോലെയാണ് അവന് തോന്നിയത്. ഭൂമി കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ തിണ്ണ പോലെയും. മന്നിടം നീളെ കളിക്കോപ്പു ചിന്നിയ, ചിന്നിയ എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന, തിണ്ണയായി മാറുകയല്ലോ. നാലുപാടും നറു പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുന്നോ. പിന്നെന്താ പറയുന്നത്? അല്പം കൂടി മുകളിലെത്തിയപ്പോൾ ഉയരത്തിലുള്ള മരങ്ങളുടെ പച്ചപ്പ് മാത്രമേ പിന്നെ കാണുന്നുള്ളൂ. പിന്നെയോ ആ പച്ചപ്പിനിടയിൽ ചെറിയ നാട പോലെ, ചരട് പോലെ വെള്ളി നിറത്തിലുള്ള പുഴകളും കാണുന്നു. ഇവിടെ പുഴകളെയാണ് നിലത്തിഴയുന്ന വെള്ളി നിറത്തിലുള്ള ചരടായി അവന് തോന്നിയത്. അപ്പോൾ കുറച്ചുകൂടി മുകളിലെത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ചയാണ്. പച്ച മരങ്ങൾ കാണുന്നു, അതിനിടയിലൂടെ ആ മരങ്ങളുടെയൊക്കെ ആ പച്ചപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളി നിറത്തിലുള്ള ചരട് ഇഴയുന്നത് പോലെ പുഴ ഒഴുകുന്ന കാഴ്ച. വെള്ളി നിറത്തിലുള്ള സൂര്യപ്രകാശമേറ്റ് വെട്ടിത്തിളങ്ങുന്ന ആ പുഴയുടെ നിറം, പുഴയെ ഒരു വെള്ളി നിറത്തിലുള്ള ചരട് പോലെ അവന് തോന്നുകയാണ്. നാലുപാടും നറു പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുന്നോ. നീലാന്തരീക്ഷത്തിൽ കുന്നുകുന്നായി മുകിൽ മാല പതഞ്ഞു പൊങ്ങുന്നു. വെണ്മയും നീലവും, നീലവും വെണ്മയും വേറെ നിറങ്ങളിൽ എങ്ങും. പിന്നെ എന്താ കാണുന്നത്? ഇത്ര വരെ പറഞ്ഞത് താഴെയുള്ള കാഴ്ചകളാണല്ലേ. ഇനി ചുറ്റും നോക്കുമ്പോഴാണെങ്കിലോ അന്തരീക്ഷത്തിൽ കുന്നുകുന്നായി, കൂട്ടം കൂട്ടമായി മുകിൽമാലകൾ, മേഘക്കൂട്ടങ്ങൾ പറന്നു നടക്കുന്നു. സോപ്പിൻ പത പോലെ അതിങ്ങനെ പൊങ്ങിക്കളിക്കുകയാണ് മേഘങ്ങൾ. ആകാശത്തിൻ്റെ നീലനിറവും മേഘങ്ങളുടെ വെള്ളനിറവും മാത്രമേ എങ്ങും കാണുന്നുള്ളൂ. വെണ്മയും നീലവും, വെണ്മ വെള്ള നിറം,
നീല കളറും. ആകാശത്തിൻ്റെ നീല നിറവും മേഘങ്ങളുടെ വെള്ള നിറവും. അങ്ങനെ വെള്ളയും നീലയും വെള്ളയും അങ്ങനെ അത് മാത്രമേ, ആ നിറങ്ങൾ മാത്രമേ ചുറ്റും കാണുന്നുള്ളൂ. മേഘങ്ങളിങ്ങനെ പത പോലെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്, കൂട്ടം കൂട്ടമായി പറന്നു നടക്കുകയാണ്. എങ്ങുപോയി ആയിരം ജീവികൾ തന്നൊച്ച, എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം. ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ലാതുണ്ണിക്കു തോന്നുന്നു പാടാൻ. പാറിയുയരുമ്പോൾ ഏതു പറവയും പാടുവാൻ എന്തെന്നറിഞ്ഞേൻ. പിന്നെന്താ ഉണ്ണി പറയുന്നത്? മണ്ണിൽ കേട്ടിരുന്ന ശബ്ദങ്ങളൊന്നും, അല്ലേ, ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ കേട്ടിരുന്ന ഒരു ശബ്ദവും ഇപ്പം കേൾക്കാൻ പറ്റുന്നില്ല. എങ്ങുപോയി ആയിരം ജീവികൾ തന്നൊച്ച, എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം. മണ്ണിലായിരുന്നപ്പോൾ കേട്ടിരുന്ന ആയിരം ജീവികളുടെ ശബ്ദമൊക്കെ എവിടെ പോയി? പലതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും മറ്റു ജീവികളുടെയൊക്കെ ശബ്ദം, അതുപോലെ പലതരം ഗന്ധങ്ങൾ, ഭക്ഷണങ്ങളുടെ, അല്ലെ, പൂക്കളുടെ, വാഹനങ്ങളിൽ നിന്ന് വരുന്ന ഗന്ധം, അതുപോലെ പെയിൻറ്റുകളുടെയൊക്കെ ഗന്ധം, അങ്ങനെ പലതരം ഗന്ധങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഭൂമി. മുകളിലെത്തിയപ്പോൾ അതൊന്നും കേൾക്കാനോ അനുഭവിക്കാനോ കഴിയുന്നില്ല. എവിടെ പോയി മറിഞ്ഞു അവയൊക്കെ എന്നാണ് അവൻ ചോദിക്കുന്നത്. വിമാനമാകുന്ന പരുന്തിൻ്റെ ചിറകടിയൊച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. അങ്ങനെ ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ അവന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. ഒരു പാട്ട് പാടാൻ അവന് തോന്നുകയാണ്. പിന്നെ അവൻ പറയുകയാണ്, വെറുതെ അല്ല ഉയരത്തിൽ പറക്കുമ്പോൾ പക്ഷികളൊക്കെ പാടുന്നത് എന്ന്. പക്ഷികളൊക്കെ ഉയരത്തിൽ പറക്കുമ്പോൾ പാട്ട് പാടുന്നത് കേൾക്കാറില്ലേ? അപ്പോൾ ശാന്തവും സ്വച്ഛവുമായ ആകാശത്തിൻ്റെ നിശബ്ദതയിൽ പറക്കുമ്പോൾ ആർക്കായാലും പാടാൻ തോന്നും. വെറുതെ അല്ല പക്ഷികൾ പാടുന്നത്, തനിക്കും പാടാൻ തോന്നുന്നു എന്നാണ് അവൻ പറയുന്നത്. വീട്ടുമുറ്റങ്ങളിൽ ഈ വിമാനത്തിൽ കണ്ണട്ടു നിൽപ്പുണ്ടാമെൻ കൂട്ടർ, പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാം ഇതിലേറാൻ നെഞ്ചിലൊട്ടാശയുമുണ്ടാം. പിന്നെ അവൻ പറയുകയാണ്, വീട്ടുമുറ്റത്തുള്ള തൻ്റെ കൂട്ടുകാർ ഈ വിമാനം കാണുന്നുണ്ടാവും. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മുകളിലൂടെ വിമാനം പോകുന്ന ശബ്ദം കേട്ടാൽ കളികളൊക്കെ നിർത്തി കൗതുകത്തോടെ നോക്കി നിൽക്കുമല്ലോ. അപ്പോൾ ഉണ്ണിയുടെ കൂട്ടുകാരും ഈ വിമാനം അവരുടെ വീട്ടുമുറ്റത്തിന് മുകളിലൂടെ പോകുമ്പോൾ നോക്കി നിൽക്കുന്നുണ്ടാകും എന്ന് സങ്കല്പിക്കുകയാണ് ഉണ്ണി. എന്നിട്ടോ കൈ ചൂണ്ടുന്നുണ്ടാകും, അല്ലേ? അതാ ഉണ്ണി പോകുന്ന വിമാനം എന്നൊക്കെ പറയുന്നുണ്ടാവും, അല്ലേ? ഉണ്ണിക്ക് തങ്ങളെ കാണാൻ പറ്റുമോ, അല്ലേ? തങ്ങൾ കൈവീശി കാണിച്ചാൽ ഉണ്ണിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ അമ്മയോടൊക്കെ ചോദിക്കുന്നുണ്ടാവും തൻ്റെ കൂട്ടുകാർ എന്നൊക്കെ ചിന്തിക്കുകയാണ്, ഭാവനയിൽ കാണുകയാണ് കുട്ടി. മാത്രമല്ല അവരുടെ മനസ്സിലും ഒരു ആശയമുണ്ടാകും. എന്ത്? അതിനുള്ളിൽ കയറാൻ പറ്റിയെങ്കിൽ എന്ന്. അന്തിക്കുവാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ, പണ്ടെങ്ങും കാണാത്ത ചേലും വലിപ്പവുമുണ്ടിതിന്നിപ്പോൾ എന്നമ്മേ. പിന്നെന്താ ഉണ്ണി കണ്ട കാഴ്ച? ആകാശത്തിൻ്റെ അങ്ങേ അറ്റത്ത് സൂര്യനെ കാണുകയാണ് ഉണ്ണി. അപ്പോൾ അങ്ങേ അറ്റത്ത് കാണുന്നത് കൊണ്ടാണ് ഉണ്ണി പറയുന്നത് വാനിൻ്റെ വക്കത്തു നിൽക്കുന്നു സൂര്യൻ എന്ന്. ചെന്തിയുടുപ്പിട്ട സൂര്യനെയാണ് കാണുന്നത്. സൂര്യനും തീ പോലെ ചുട്ടുപൊള്ളുന്നതാണല്ലേ. തീയുടെ നിറവുമാണ് അസ്തമയ സൂര്യന്. അസ്തമിക്കാൻ പോകുന്ന സൂര്യനെയാണ് പടിഞ്ഞാറ് അറ്റത്ത് കാണുക. അപ്പോൾ സൂര്യൻ്റെ നിറം തീയുടെ നിറം പോലെയാണ്. തീയിൻ്റെ നിറവും ചൂടും ഉള്ളതുകൊണ്ടാണ് ചെന്തിയുടുപ്പിട്ട സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെ കാണാത്ത അത്രയും ഭംഗിയും വലിപ്പവും ഒക്കെ കാണുകയാണ് ആ വിമാനത്തിലിരിക്കുമ്പോൾ ഉണ്ണി. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴൊന്നും കാണാത്ത ഭംഗിയും വലിപ്പവുമുണ്ട് വിമാനത്തിലിരുന്ന് നോക്കുമ്പോൾ സൂര്യന്.
അന്തിക്കുവാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ. പണ്ടെങ്ങും കാണാത്ത ചേലും വലിപ്പവും ഉണ്ടിതിന്നിപ്പോൾ എന്നമ്മേ. അമ്മയോട് പറയാണ്, ഇത്രയും ഭംഗി നമ്മൾ കാണാറില്ലല്ലോ അല്ലേ? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ ഇത്രയൊന്നും ഭംഗിയിൽ കാണാറില്ലല്ലോ. ഇപ്പോൾ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ എന്നൊക്കെ അമ്മയോട് പറയുകയാണ് ഉണ്ണി. എല്ലാം നിഴൽ പ്രായമാകാശക്കപ്പലേതല്ലിനടിയിൽ നീന്തുമ്പോൾ ചുറ്റും കടന്നു വന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പൂ. നോക്കുക താഴെ വെളിച്ചത്തിൻ മൊട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെ, സൂര്യനൊക്കെ അസ്തമിച്ച് കഴിയുമ്പോൾ ഇരുട്ട് വ്യാപിക്കില്ലേ? അപ്പോൾ ഇരുട്ടായപ്പോൾ കാഴ്ചയും അല്പം മങ്ങും. നിഴൽ മാത്രമേ പിന്നെ കാണുകയുള്ളൂ. രാത്രിയുടെ ഇരുട്ടിലൂടെ നീന്തുകയാണ് വിമാനം ഇപ്പോൾ. അതുകൊണ്ട് കാഴ്ചകളെല്ലാം നിഴൽ മാത്രമായി അനുഭവപ്പെടുന്നു. അല്ലിനടിയിൽ എല്ലാം നിഴൽപ്രായം ആകാശക്കപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാനത്തിന് ആകാശത്തിലൂടെ അല്ലെ, ആകാശമാകുന്ന ഇരുട്ട് നിറഞ്ഞ ആകാശമാകുന്ന കടലിലൂടെ ഒഴുകുന്ന കപ്പലായിട്ടാണ് ഇപ്പോൾ വിമാനത്തെ പറയുന്നത്. അല്ല് എന്ന് പറഞ്ഞാൽ രാത്രി എന്നും അർത്ഥമുണ്ട്, ഇരുട്ട് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുട്ടിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന വിമാനത്തിലിരിക്കുമ്പോൾ പിന്നെ ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ചുറ്റും നക്ഷത്രങ്ങൾ നിരന്നു നിന്നു തന്നെ ഉറ്റുനോക്കുകയാണ്, സൂക്ഷിച്ചു നോക്കുകയാണ് എന്നാണ് ഉണ്ണി പറയുന്നത്. ചുറ്റും കടന്നു വന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പൂ. അപ്പോൾ ആകാശത്തിലൂടെയല്ലേ പറക്കുന്നത്. അപ്പോൾ ആകാശത്തിന് ചുറ്റും, വിമാനത്തിന് ചുറ്റുമായിട്ട് ആകാശത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ, ഉണ്ണി നക്ഷത്രങ്ങൾ, കുഞ്ഞു നക്ഷത്രങ്ങൾ നിരന്ന് നിന്ന് തന്നെ നോക്കുകയാണ്, തന്നെ ഉറ്റുനോക്കുകയാണ്. നോക്കുക താഴെ വെളിച്ചത്തിൻ മുട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. താഴേക്ക് നോക്കുകയാണെങ്കിലോ വെളിച്ചത്തിൻ്റെ മുട്ടുകൾ ഇങ്ങനെ കാണുകയാണ്. വിമാനം കുറച്ചുകൂടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണെങ്കിലോ പൂക്കളുടെ മൊട്ട് വിരിയുന്നത് പോലെ ആ വെളിച്ചത്തിൻ്റെ മൊട്ടും വിരിഞ്ഞ് വെളിച്ചം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മൊട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. പെട്ടെന്നിങ്ങനെ വെളിച്ചത്തിൻ്റെ മൊട്ടുകൾ വിരിഞ്ഞു വരുന്നത് പോലെ തോന്നുന്നു എന്ന്. വിമാനയാത്രാനുഭവം പറഞ്ഞത് ഇഷ്ടമായോ നിങ്ങൾക്ക്? നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വിമാനയാത്രയിൽ? ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അതിനു മുമ്പായി നമുക്ക് കവയത്രിയെ പരിചയപ്പെടാം. കവിത എഴുതിയത് ബാലാമണിയമ്മ. ബാലാമണിയമ്മയുടെ ബാലഹൃദയം എന്ന കവിതയിലെ വരികളാണ് ഇത്. ഇതാണ് ബാലാമണിയമ്മ. മലയാളത്തിലെ പ്രശസ്തയായ കവയത്രിയായിരുന്നു. 1909 ജൂലൈ 19 ജനിച്ചത്. 2004 സെപ്റ്റംബർ 29 അന്തരിച്ചു. തൃശ്ശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിലാണ് ജനിച്ചത്. പ്രശസ്ത കവയത്രിയും കഥാകൃത്തുമൊക്കെ ആയിരുന്ന മാധവിക്കുട്ടി, കമലാ സുരയ്യ, കമലാദാസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന എഴുത്തുകാരിയില്ലേ, ആ എഴുത്തുകാരി ബാലാമണിയമ്മയുടെ മകളാണ്. ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് കവയത്രി. പ്രവർത്തനങ്ങൾ ആദ്യം ഈണം കണ്ടെത്താനാണ്. കവിതയ്ക്ക് നല്ല ഈണം കണ്ടെത്തി ചൊല്ലി നോക്കുക. അടുത്തത് ഭാവനയിൽ കാണാം. ഒന്നാമത്തേത് ആകാശത്തു നിന്നും താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? ഉത്തരം: ആകാശത്തു നിന്നും നോക്കുമ്പോൾ നിരത്തുകൾ അവ്യക്തമായ ചിത്രം പോലെയാണ് ഉണ്ണിക്ക് തോന്നിയത്. കാറുകളും മനുഷ്യരും നിശബ്ദമായി സഞ്ചരിക്കുന്നു.
പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള കെട്ടിടങ്ങൾ നിറഞ്ഞ ഭൂമി കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്ന വരാന്ത പോലെയും സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്ന പുഴകൾ വെള്ളി നിറത്തിലുള്ള നാടകൾ മണ്ണിൽ ഇഴയുന്ന പോലെയുമാണ് അവന് തോന്നിയത്. രണ്ടാമത്തെ ചോദ്യം, താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി പറയുന്നതെന്തെല്ലാം? എന്തൊക്കെ പറയും? ഭാവനയിൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ അമ്മേ, ഉണ്ണി പോകുന്ന വിമാനം. ഞാൻ ഉണ്ണിക്ക് നേരെ കൈവീശിയാൽ അവൻ കാണുമോ? ആ വിമാനത്തിൻ്റെ ചിറകുകൾ തെങ്ങോലയിൽ സ്പർശിക്കുമോ അമ്മേ? ഉണ്ണിക്ക് ആ മേഘങ്ങളെയൊക്കെ തൊടാൻ പറ്റുമായിരിക്കും. ഭാഗ്യവാൻ. ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും അല്ലേ കുട്ടികൾ? ഇനി അടുത്തത്, ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്തെല്ലാമായിരിക്കും? പറഞ്ഞു നോക്കൂ. എന്തൊരു തിളക്കമാണ് ഈ നക്ഷത്രങ്ങൾക്ക്! താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട്. നക്ഷത്രങ്ങളുടെ തിളക്കം എന്നെ മയക്കുന്നു. ഇവർക്ക് എന്നെ പരിചയമുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം ഇവ എന്നെ ഉറ്റുനോക്കുന്നത്? അവ നോക്കുന്നത് കാണുമ്പോൾ ഞാനും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? ഉണ്ണിക്കുതൂഹലം. ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ലാതുണ്ണിക്കു തോന്നുന്നു പാടാൻ. ഏറെ സന്തോഷമുള്ളപ്പോൾ നാം പാടും, ആർത്തു വിളിക്കും. ഉണ്ണിയെപ്പോലെ സന്തോഷത്തോടെ പാടിയ, ആർത്തു വിളിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ എന്നാണ്. നിങ്ങൾക്കും ഉണ്ടായിരുന്നോ ഇതുപോലെ കൂവി വിളിക്കാൻ തോന്നിയ അനുഭവം? പൈതൽ മലയിലോ അല്ലെങ്കിൽ പാലക്കയം തട്ടിലോ, അതുമല്ലെങ്കിൽ കുടജാദ്രിയിലെ ശങ്കരപീഠത്തിൽ കയറി ശങ്കരാചാര്യരെ തൊഴുതതിന് ശേഷം അവിടെ കുന്നിൻ്റെ മുകളിൽ നിന്ന് തൻ്റെ കൈ പിടിച്ച അച്ഛൻ്റെ കൈ തട്ടി മാറ്റി ഉറക്കെ വിളിച്ചു കൂവി അതിൻ്റെ പ്രതിധ്വനി ആസ്വദിച്ച അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുഭവം കൂട്ടുകാരുമായി പങ്കുവയ്ക്കണം. അടുത്ത പ്രവർത്തനം നോക്കൂ. കവിതയിലെ കാഴ്ച. ചുടുന്നതില്ലേ ചെറുതീയതൊന്നുമേ, കെടുന്നുമില്ലേ മഴയത്തുപോലുമേ. കുമാരനാശാൻ്റെ കവിതയിലെ വരികളാണിത്. അദ്ദേഹത്തിൻ്റെ മിന്നാമിനുങ്ങി എന്ന കവിതയിലെ വരികളാണ് കേട്ടോ ഇത്. മിന്നാമിനുങ്ങി എന്ന കവിതയിൽ മിന്നാമിനുങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചുടുന്നതില്ലേ ചെറുതീയതൊന്നുമേ, കെടുന്നുമില്ലേ മഴയത്തു പോലുമേ. മഴയത്ത് കെട്ടുപോവാത്ത, ഒന്നിനെയും ചുട്ടുകരിക്കാത്ത തീ, ചെറിയ തീ, മിന്നാമിനുങ്ങ് അല്ലേ? എന്തിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയാമോ? ഇതുപോലെ കവിതയിൽ സൂര്യനെക്കുറിച്ച് പറയുന്ന വരികൾ കണ്ടെത്തി ചൊല്ലൂ എന്ന്. എന്താണ് സൂര്യനെക്കുറിച്ച് പറയുന്ന വരികൾ? അന്തിക്കുവാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ. അതാണ് സൂര്യനെക്കുറിച്ച് പറയുന്ന വരികൾ അല്ലേ? അതുപോലെ സമാനമായ മറ്റു പ്രയോഗങ്ങൾ. വാരുളിയാളുമീ പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ. ഇതുപോലെ മറ്റൊരു കവിതയുണ്ട്, കവിതയോട് എന്ന് പറഞ്ഞിട്ട് എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊരു കവിതയുണ്ട്. ടി ഉബൈദിൻ്റെ പ്രപഞ്ചമാകുന്ന അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കുട്ടിയെയാണ് നമുക്കതിൽ കാണാൻ പറ്റുക. അതിൽ പറയുന്നുണ്ട്, വാർമഴവില്ലാകും മാണിക്യമാലയും പൊന്മിന്നൽ കാഞ്ചിയും കണ്ടേൻ. മഴവില്ലിനെ മാണിക്യമാലയായും മിന്നലിനെ
പൊന്നരഞ്ഞാണമായും സങ്കല്പിക്കുന്ന വരികൾ. പ്രകൃതിയാകുന്ന മാതാവിൻ്റെ മാലയായും അരഞ്ഞാണമായും മഴവില്ലിനെയും അതുപോലെ മിന്നലിനെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് ആ കവിതയിൽ കവി. കവിതകൾക്ക് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള പൊടിക്കൈകളും കവികൾ കവിതയിൽ ഉപയോഗിക്കും. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. കാവ്യഭാഷ. സാധാരണ ഭാഷയും കാവ്യഭാഷയും വ്യത്യസ്തമാണ്. ഈ ഉദാഹരണം നോക്കൂ. ചെന്തിയുടുപ്പിട്ട സൂര്യൻ, അത് കാവ്യഭാഷയാണല്ലേ. സാധാരണ ഭാഷയിൽ അതെങ്ങനെ പറയും? കഠിനമായ ചൂടും വെളിച്ചവുമുള്ള സൂര്യൻ എന്ന് പറയും അല്ലേ. നമ്മൾ കടങ്കഥയിൽ പറഞ്ഞതുപോലെ വളച്ചു കെട്ടി പറയുന്ന ഒരു രീതിയാണ് കവിതയിലും ഉള്ളത്. മറ്റുദാഹരണങ്ങൾ കവിതയിൽ നിന്നും സമാനമായ കാവ്യഭാഷാ പ്രയോഗങ്ങൾ കണ്ടെത്തുക. ഇവിടെ അടുത്തത് നോക്കാം. തൂവെള്ളി നാടകൾ. ആകാശത്തു നിന്നും നോക്കുമ്പോൾ കാണുന്ന സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്ന പുഴകൾ. കളിക്കോപ്പുകൾ ചിന്നിയ തിണ്ണ. ആകാശക്കാഴ്ചയിൽ കാണുന്ന ഭൂമി. പാവപ്പരുന്ത്. പരുന്തിനെ പോലെ ഉയരത്തിൽ പറക്കുന്ന മനുഷ്യനിർമ്മിതമായ വിമാനം. ഇനി അടുത്ത പ്രവർത്തനം. യാത്ര പോകാം. ഇനി നമുക്കൊരു യാത്ര പോയാലോ? എവിടേക്കാണ് പോകേണ്ടത്? എന്തെല്ലാമാണ് കാണേണ്ടത്? സംഘമായി ചർച്ച ചെയ്ത് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. യാത്ര പോകുന്ന കാര്യം ഡിജിറ്റൽ പോസ്റ്റർ വഴി എല്ലാവരെയും അറിയിക്കുക. പോസ്റ്റർ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. യാത്ര കഴിഞ്ഞ് എല്ലാവരും ലഘുയാത്രാ വിവരണം തയ്യാറാക്കുമല്ലോ. യാത്രാ വിവരണം കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ തയ്യാറാക്കിയതാണ്. അതേ മാതൃകയിൽ തയ്യാറാക്കാം. പിന്നെ ഡിജിറ്റൽ പോസ്റ്റർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് സ്ഥലങ്ങളുടെ ചിത്രങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഏത് സ്ഥലമാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഊട്ടിയൊക്കെ ആണെങ്കിൽ ഊട്ടിയുടെയൊക്കെ ചിത്രം തീർച്ചയായും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ അതിൻ്റെ മേലെ എഴുതാം വിനോദയാത്ര, ഊട്ടിയിലേക്കൊരു വിനോദയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ കൊടുത്ത് 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിൻ്റെ പേര് ഒക്കെ എഴുതാം. പോസ്റ്ററും തയ്യാറാക്കുമല്ലോ. ഇനി കുറച്ച് അർത്ഥം. വാരുളി, നല്ല ശോഭ. ഏറുക, കയറുക. ആർക്കുക, ഉച്ചത്തിൽ ശബ്ദിക്കുക. മഞ്ഞ്, ഭൂമി. ഒലി, ശബ്ദം. വെണ്മ, വെളുപ്പ്. ചേല്, ഭംഗി. അല്ല്, രാത്രി, ഇരുട്ട്. ഉറ്റുനോക്കുക, സൂക്ഷിച്ചു നോക്കുക. വെക്കം, വേഗത്തിൽ. പര്യായ പദങ്ങൾ. തീ, അഗ്നി. വന്നി, അനലൻ. മുറ്റം, അങ്കണം. ചത്വരം, അജിരം. നക്ഷത്രം, താരം, താരകം, ഉടു. പറവ, പക്ഷി. ഖഗം, പതംഗം. പിരിച്ചെഴുതുക. പണ്ടെങ്ങും, പണ്ട് പ്ലസ് എങ്ങും. വലിപ്പവുമുണ്ട്, വലിപ്പവും പ്ലസ് ഉണ്ട്. നിരത്തൊരു, നിരത്ത് പ്ലസ് ഒരു. പാറിയുയരുമ്പോൾ, പാറി പ്ലസ് ഉയരുമ്പോൾ. ഉത്തരം കണ്ടെത്തുക. ഭംഗിയുള്ള പാവപ്പരുന്തായി കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? വിമാനത്തെയാണ് ഭംഗിയുള്ള പാവപ്പരുന്തായി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത്. വീട്ടിലെത്തുന്നത് വരെ ആരുടെ മടിയിലിരിക്കാനാണ് ഉണ്ണി ആഗ്രഹിക്കുന്നത്? അമ്മയുടെ മടിയിലിരിക്കാനാണ് ഉണ്ണി ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തേത്. പച്ചപ്പിനിടയിൽ വീണെഴിയുന്ന തൂവെള്ളി നാടകളായി കവയത്രി കാണുന്നത് എന്തിനെയാണ്? പുഴകളെ.
നാലാമത്തേത്, ഉണ്ണിക്ക് പാടാൻ തോന്നിയത് എപ്പോഴാണ്? ശബ്ദങ്ങളും ഗന്ധങ്ങളും ഇല്ലാത്ത ആകാശത്തിൻ്റെ നീലാന്തരീക്ഷത്തിൽ പറക്കുമ്പോഴാണ് ഉണ്ണിക്ക് പാടാൻ തോന്നിയത്. കവിത മനസ്സിലായല്ലോ? ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.